ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്ത് അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഒരു 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി, അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. ഈ ഒരു സൈസ് നമ്മൾ വരാന്ത പ്രൊവൈഡ് ചെയ്ത് അവിടെ നേരെ ഫോർമൽ ലിവിങ്ങിലേക്ക് കയറി കഴിയുമ്പോൾ കറക്റ്റ് ഈസ്റ്റിലേക്ക് തന്നെ ഫേസ് ചെയ്ത് നമുക്ക് ഇവിടെ പ്രയർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ വൈഡായിട്ടുള്ളൊരു യൂണിറ്റാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക. കഴിഞ്ഞാൽ ഈ ഒരു ഫോമലും ഫാമിലി ആയിട്ട് ഒറ്റ ലിവിങ് മതി എന്ന ക്ലയൻറ്റ് അവരുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ലിവിങ് മതി എന്നുള്ളത്. ആ ലിവിങ്ങിൽ തന്നെ നമ്മൾ TV യൂണിറ്റ് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ലിവിങ്ങിലാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് ഒരു ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ട് വളരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കിച്ചണോട് ചേർന്ന് നമ്മൾ ഡൈനിങ് പ്രൊവൈഡ് ചെയ്തു. സെയിം ടൈം ആ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൺട്രോൾ കൊടുത്താണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ യൂട്ടിലിറ്റിയും അതുപോലെ യൂട്ടിലിറ്റിയോട് ചേർന്ന സ്റ്റോർ, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിൽ ഈ സ്പൈസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സ്റ്റോറേജ് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്റ്റോർ ആവശ്യമാണ്. അപ്പം അതിൻ്റെ സ്റ്റോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണ്, യൂട്ടിലിറ്റി, സ്റ്റോർ അങ്ങനെ പോയിരിക്കുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡൈനിങ്ങും ഫോമൽ ലിവിങ്ങും തമ്മിൽ വളരെ മിനിമലായിട്ട് നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന വിധത്തിലാണ് ഡൈനിങ്ങും ഫോമലിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോമൽ ലിവിങ് മുമ്പ് പറഞ്ഞ പോലെ ഫാമിലി ലിവിങ് ഇല്ലാത്തതുകൊണ്ട് ഫാമിലി ആയിട്ടുള്ള ഒരൊറ്റ ലിവിങ് ഉള്ളതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഡൈനിങ്ങിലേക്കും ബെഡ്റൂമിലേക്കും അതുപോലെ പുറത്തേക്കും ബാക്കി 2 ബെഡ്റൂംസിലേക്കും എല്ലാമുള്ള ട്രാഫിക് ഫോമൽ ലിവിങ് വരുന്നതുകൊണ്ട്, അതുപോലെ പ്രയർ യൂണിറ്റും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയ, TV യൂണിറ്റും എല്ലാം വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മൾ ഫോമൽ ലിവിങ് ആണ്. അതുപോലെ എല്ലാ ബെഡ്റൂംസും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രസ്സിങ് പ്രൊവിഷൻ കൊടുത്ത് ബാത്റൂമിലേക്ക് കയറുന്ന ഒരു റിക്വയർമെൻറ്റ് വേണ്ട എന്ന ക്ലയൻറ്റ് പ്രത്യേകിച്ച് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൺസേൺ കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ റൂമിലും വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തി. എലിവേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ പ്ലെയിനായിട്ട് ഇരിക്കാൻ ഒരു കോർട്ട്യാർഡ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലാനിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇതിൻ്റെ 3D വിഷ്വലൈസേഷനിലേക്കൊന്ന് പോവാം. അപ്പം ഇതാണ് ഈ പ്ലാനിൻ്റെ ഒരു 3D വരിക. മുമ്പ് പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് സിറ്റ് ഔട്ടിനെ പറ്റിയായിരുന്നു. വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു പ്രൊവിഷൻ എലിവേഷൻ്റെ പാർട്ടായിട്ട് വരുന്നു എന്ന് പറഞ്ഞു, അതിനിങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ടെക്സ്ചർ കണക്ഷൻ കൊടുത്തു. പിന്നെ ഒരു റൂഫിങ് കൊടുത്താണ്. ഇപ്പോൾ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെയൊക്കെ കാര്യത്തിൽ കാലാവസ്ഥയുടെ മാറ്റമൊക്കെ കൊണ്ട് റൂഫിങ് കൺസിഡർ ചെയ്ത് പോയിട്ടുണ്ട്. അതും നല്ലൊരു ട്രോപ്പിക്കൽ കണ്ടംപററി ഒരു ഫ്യൂഷനിലാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഫ്രണ്ടിലേക്ക് 2 എയർ ഫ്രെയിമും അതിന് ഗ്ലാസും കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. മാത്രമല്ല ആ കോർട്ട്യാർഡ് ഏരിയയിൽ നിന്ന് നമ്മൾ ചെറിയ സൈസിലുള്ള ഒരു ഫ്രഞ്ച് ടൈപ്പ് തന്നെ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിലേക്ക് നല്ല രീതിയിൽ ലൈറ്റ് ഇൻടേക്കിന് വേണ്ടി. അപ്പം ഓവറോൾ ഇത്രയുമാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്ലാനിനെ പറ്റിയും എലിവേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്ലാനിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.